മൂന്നാം സീറ്റ് വിവാദത്തിൽ മുസ്ലിം ലീഗ് നിലപാട് കാത്തു കോൺഗ്രസ്. 2 പാർലമെന്റ് സീറ്റും 1 രാജ്യസഭാ സീറ്റിനും അപ്പുറം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുമ്പോൾ അതിനെ ലീഗ് എങ്ങനെ സ്വീകരിക്കും എന്നതാണ് പ്രസക്തമായ ചോദ്യം. മൂന്നാം സീറ്റ് ലഭിക്കാത്തതിൽ ലീഗിലും ലീഗിന് അമിത പ്രാധാന്യം നൽകുന്നതിൽ കോൺഗ്രസിലും അസ്വാരസ്യം ആരംഭിച്ചു. നിലവിലെ ഉപാധി ലീഗ് അംഗീകരിക്കും എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. UDFന്റെ സീറ്റ് വിഭജന ചർച്ച വഴിമുട്ടിച്ചായിരുന്നു മൂന്നാം സീറ്റ് വിവാദവുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തിയത്. മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്നും ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കിയതോടെ വലിയ പ്രതിസന്ധിയായിരുന്നു UDFൽ ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ കൊച്ചിയിൽ യോഗം ചേർന്ന പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ചർച്ച പൂർണ്ണ തൃപ്തികരമെന്ന് ഇരു നേതാക്കൾ പറയുമ്പോഴും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല എന്ന അവരുടെ വാക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു. ഇന്നുണ്ടായ ചർച്ചയുടെ അതിന് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്നുണ്ടായ ചർച്ചയുടെ മുഴുവൻ ഡീറ്റെയിൽസും 27-ാം തീയതി കാലത്ത് ഞങ്ങൾ വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഒരു പാർട്ടിയുടെ തീരുമാനം, അതിൻ്റെ ലീഡർഷിപ്പ് ഇപ്പോൾ തങ്ങൾ സ്ഥലത്തില്ല എന്ന് പറഞ്ഞാൽ തങ്ങൾ കൂടി കൂടിയിരുന്ന് ഞങ്ങളെ രീതി അതാണല്ലോ. മുന്നണിയിലെ കക്ഷികൾ വെച്ച് തമ്മിൽ നടത്തുന്ന സീറ്റ് ചർച്ചകളെ സംബന്ധിച്ച് കോൺഗ്രസിന് അതിൻ്റെ ദേശീയ നേതൃത്വത്തെ അറിയിക്കേണ്ടതുണ്ട്. അവർക്കാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കൂടിയായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥലത്തില്ല. അദ്ദേഹം നാളെ രാത്രിയിലെ അദ്ദേഹം എത്തിച്ചേരുള്ളൂ. മറ്റന്നാളെ ചർച്ച നടക്കും. അപ്പോൾ അത് ഫൈനൽ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച പൂർത്തിയായിട്ടുണ്ട്. മൂന്നാം സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്തതിൽ വലിയ അമർഷമുണ്ട് ലീഗിനുള്ളിൽ. അങ്ങനെ ഒരു തീരുമാനം പാടില്ലായിരുന്നുവെന്ന് ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. രാജ്യസഭാ സീറ്റിനൊപ്പം 3 പാർലമെന്റ് സീറ്റായിരുന്നു മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ആവശ്യം. അതേസമയം അമിതമായ പ്രാധാന്യമാണ് കോൺഗ്രസ് ലീഗിനു നൽകുന്നതെന്ന് പാർട്ടിക്കുള്ളിലും വിമർശനം ഉയർന്നിട്ടുണ്ട്. 2 സീറ്റുകൾക്ക് പുറമെ വരുന്ന രാജ്യസഭാ സീറ്റ് കൂടി കോൺഗ്രസ് ലീഗിന് നൽകാൻ തീരുമാനിച്ചത് പാർട്ടിയെ ലീഗിന് മുന്നിൽ അടിയറ വെക്കുന്നതിന് തുല്യമാണെന്നും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക തീരുമാനത്തിന് ശേഷം മുൻപോട്ടുള്ള നിലപാട് സ്വീകരിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ജനം, കോഴിക്കോട്.